ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന റീമാൻ ഇൻറ്റഗ്രബിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം 5. ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി, ദെൻ ഷോ ദാറ്റ് മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ. എന്താ പറയുന്നത്? നമുക്ക് റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്ത് തന്നെയാണെന്നാണ് കാണിക്കേണ്ടത്? ബൗണ്ടഡ് തന്നെയായിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. സിൻസ് എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി ബൈ ഡെഫിനിഷൻ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists delta epsilon greater than 0 such that if P dot is any tagged partition of closed interval AB with a norm less than delta epsilon, then modulus of S of f comma P dot minus integral A to B f of x dx less than epsilon. അവിടെ നമ്മൾ ആ ഡെഫിനേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ നമുക്കറിയാം ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും എൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ തന്നെ ആയതുകൊണ്ട് ആ എൽ എന്ന് പറയുന്ന റിയൽ നമ്പർ എന്തായിരിക്കും? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഇനീക്വാളിറ്റിയിൽ നമ്മൾ ആ എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ദെൻ modulus of integral a to b f of x dx minus modulus of s of f comma p dot less than or equal to modulus of s of f comma p dot minus integral a to b f of x dx less than epsilon. അതിന് അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ റിസൾട്ട് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ബി മൈനസ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്ന് പറയുന്ന ഇനീക്വാളിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് റൈറ്റ് സൈഡിൽ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി വിച്ച് ഇംപ്ലൈസ് modulus of integral a to b f of x dx minus modulus of s of f comma p dot less than epsilon. അതായത് തൊട്ട് മുകളിലത്തെ ഇനീക്വാളിറ്റിയിലെ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം. വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ആപ്സിലോൺ പ്ലസ് മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട്. തൊട്ട് മുകളിലെ ഇനീക്വാളിറ്റിയിലെ ലെഫ്റ്റ് സൈഡിലെ ആ നെഗറ്റീവ് ടേം എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ടിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ലെറ്റ് പി ഡോട്ട് ഈക്വൽ ടു പി ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാഗഡ് പാർട്ടീഷൻ, ആർബിട്രറി ആയിട്ടുള്ള ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബിയുടെ ഒരു ടാഗഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ മോഡുലസ് ഓഫ് എഫ് കോമ പി ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആ ഡെഫിനിഷൻ modulus of summation I equal to 1 to n f of ti into xi minus xi minus 1. ഓക്കെ, അത് താഴെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. എന്താണ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് ടി ടു ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ പ്ലസ് എക്സിട്ര പ്ലസ് എഫ് ഓഫ് ടി എൻ ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1. ദെൻ അവിടെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ടു ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ പ്ലസ് എക്സിട്ര പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി എൻ ഇൻറ്റു എക്സ് എൻ മൈനസ് 1. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. അതും കൂടെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി വൺ ഇൻറ്റു modulus of x1 minus x0 plus etc plus modulus of f of tn into modulus of xn minus 1. അതിന് നമ്മൾ സമ്മേഷൻ്റെ ആ ഒരു ടേം യൂസ് ചെയ്തിട്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 എന്നായിട്ട് നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് എന്തറിയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി. അങ്ങനെ ഈ എഫ് ഓഫ് ഈ ടി ഐ എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബിയിലത്തെ പോയിൻ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയും? എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. സോ അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എം ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു ആ സമ്മേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ് വൺ മൈനസ് എക്സ് നോട്ട് പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ പ്ലസ് എക്സ്ട്രാ പ്ലസ് എക്സ് എൻ മൈനസ് 1 മൈനസ് എക്സ് എൻ മൈനസ് 2 പ്ലസ് എക്സ് എൻ മൈനസ് 1.
അതിൽ ക്യാൻസൽ ചെയ്ത് ഓരോ ടേം ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് നോട്ട് എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? എം ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടി? മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? എം ഇൻറ്റു ബി മൈനസ് എ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ പ്ലസ് ആപ്സിലോൺ എന്ന് കിട്ടും. ഏതൊരു ആപ്സിലോൺ നമ്മൾ എടുക്കുകയാണെങ്കിലും ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് ആ എപ്സിലോൺ ഇല്ലാതെയും എഴുതാം. അതായത് മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ എന്ന് നമുക്കതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഒരു ബൗണ്ടഡ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്ത് തന്നെയാണെന്ന് കിട്ടി? ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അതായത് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് റീമാൻ ഇൻറ്റഗ്രൽസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.